എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 6 മുതൽ തൊടുന്നതെല്ലാം പൊന്നാകുന്ന നക്ഷത്ര ജാതകക്കാർ. ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നല്ല നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാഴ്ച കാലം ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുകയാണ്. ഇവരെ തേടി വരുന്ന ഭാഗ്യങ്ങളും ഭാഗ്യദോഷങ്ങളും അതിനുവേണ്ട പ്രതിവിധികളും എല്ലാം ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയേണ്ടത് ഭാഗ്യശാലികൾ കാർത്തിക നക്ഷത്ര ജാതകർ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ചില സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഇവരേറ്റെടുക്കുന്ന എല്ലാ പദ്ധതികളും 100% വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വ്യാഴത്തിൻ്റെ സ്ഥിതിയും പൊതുവെ അനുകൂല അവസ്ഥ കാണിക്കുന്നുണ്ട്. ചിലവുകൾ കുറയുകയും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലെ തർക്കവും താമസവും മാറിത്തുടങ്ങുകയും ചെയ്യും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഉള്ള സഹായ സഹകരണങ്ങളും ഇടവിട്ട് അനുഭവപ്പെടും. യാത്രകളിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ അല്പാൽപം നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. പുതിയ സുഹൃത്തുക്കളുമായിട്ട് കച്ചവട ബന്ധത്തിന് അനുകൂല സമയമാണ്. യന്ത്രവ്യാപാരം, റിയൽ എസ്റ്റേറ്റ് എന്നിവ നടത്തുന്നവർക്ക് അല്പം ആശ്വാസകാലമാണ്. സജ്ജനങ്ങളിൽ നിന്ന് കാര്യലാഭം, ബന്ധുജന സമാഗമം ഇവ അനുഭവത്തിൽ വന്നു ചേരും. പുതിയ സംരംഭങ്ങളോ കരാറുകളോ താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം. ധനനേട്ടത്തിനും സാധ്യതകൾ കൂടുതലാണ്. തുല്യമായ വ്യയവും ഈ സമയത്ത് വന്നു ചേരും. ചെറിയ ചെറിയ യാത്രകൾക്ക് അനുകൂല അവസ്ഥയാണ്. നാണ്യവിളകൾ സംഭരിച്ചു വെക്കുന്നത് പിന്നീട് ലാഭവും നേട്ടവും കൊണ്ടുവരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് പാൽപായസം, ഗുരുവായൂർ ദർശനം, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മിഥുനക്കൂറിൽ പിറന്ന പുണർദം നക്ഷത്രക്കാർക്ക് പൊതുവെ സമയം അനുകൂലം. സ്വന്തം പ്രയത്നം കൊണ്ടും സ്നേഹിതരിൽ നിന്നും ചില സഹായങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. ഗൃഹം മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നുണ്ട്. കല, കവിതരചന എന്നിവയിൽ പ്രാവീണ്യം ഉള്ളവർക്ക് അത് കൂടുതൽ പഠിക്കുന്നതിനും തദ്വാര നേട്ടങ്ങളും കീർത്തിയും ഉണ്ടാക്കാനും അവസരങ്ങൾ ലഭിക്കും. അതുപോലെ സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നല്ല തൊഴിൽ കിട്ടുന്നതിനും വിദേശവാസത്തിനും യോഗം കാണുന്നു. വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. സൂര്യൻ്റെ സഹായ സ്ഥാനസ്ഥിതി, സ്ഥാനക്കയറ്റം, ഇഷ്ടദേവതാ ചൈതന്യം, നാനാ രീതിയിലുള്ള വരുമാനം എന്നിവ സമ്മാനിക്കും. ഭാഷാ പരിജ്ഞാന പരിമിതി ഉള്ളവർക്ക് പരിശീലനത്തിലൂടെ വിജയം നേടാനാകും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ട് ഭവിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര, ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. വ്യാഴൻ്റെ സ്ഥിതി പൊതുവെ അനുകൂലമാകുകയാണ്. ഫെബ്രുവരി 6 മുതൽ സൂര്യൻ 2-ൽ കൂടെ ചൊവ്വയും ബുധൻ ശുക്രന്മാരും അനുകൂലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സർപ്പനും വ്യാഴനും കുറച്ച് അനുഗ്രഹങ്ങൾ നൽകുന്ന സമയം കൂടിയാണ്. ഫാം ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നാൽക്കാലികളെ വളർത്തുന്നവർക്കും സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും ഈ കാലഘട്ടത്തിൽ ലഭിക്കും. പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് സമയം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കുന്നതിന് യോഗവും ഭാഗ്യവും ഉണ്ട്. ഭർതൃസൗഖ്യം, വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശത്ത് പോകുന്നതിനുള്ള അവസരം എന്നിവ കാണുന്നുണ്ട്.
ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും തൊഴിൽ രംഗത്ത് അനുകൂലമായി വന്നു ചേരും. കുടുംബസ്വത്തുക്കൾ കൈവരുന്നതിനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകും. വാതരക്തസംബന്ധമായ ചില അസുഖങ്ങൾ വന്നുവിടും. പൂർവികർക്കു വേണ്ടി പുണ്യസൽക്കർമ്മങ്ങൾ നടത്തുന്നത് ഈ കൂറുകാർക്ക് ഐശ്വര്യങ്ങൾ നൽകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് അർച്ചന, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ബന്ധുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ എന്നിവരുടെ സമാഗമത്തിൽ സന്തോഷിക്കാൻ അവസരങ്ങളുണ്ട്. പുതിയ ചിന്തകൾ മനസ്സിൽ ഉരുത്തിരിയും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ വിജയം കാണുന്നുണ്ട്. എഴുത്തുകുത്തുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ്. ചിലർക്ക് ഉന്നത പദവികൾ വഹിക്കുന്നതിനുള്ള അവസരം കിട്ടും. സന്താനങ്ങളെ കൊണ്ട് സുഖം, സന്തോഷം എന്നിവ ഉണ്ടാകും. ഗൃഹനിർമ്മാണാദി കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും. ട്രസ്റ്റ്, കമ്മിറ്റികൾ എന്നിവയിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് വിജയസാധ്യതകൾ കൂടുതലാണ്. പൊതുവെ 45 മുതൽ 73 പ്രായത്തിൽ ഉള്ളവർക്ക് സന്താനങ്ങളിൽ നിന്നും ചില അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. ഗൃഹത്തിൽ നിന്നും സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവിട്ട് തലവേദന, കഫസംബന്ധിയായ അസുഖങ്ങൾ, പനി, ചുമ തുടങ്ങിയ ഉഷ്ണരോഗങ്ങൾ ഇടവിട്ട് ശല്യം ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഇഷ്ടദേവതാ വന്ദനം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കമ്പ്യൂട്ടർ പഠനത്തിന് ഉത്തമകാലം. ഇതിലൂടെ തന്നെ വിദേശത്തൊരു തൊഴിൽ നേടാനും സാധിക്കും. കൃഷി, വ്യവസായം എന്നിവയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടും. ഊഹക്കച്ചവടം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ധനലാഭം പ്രതീക്ഷിച്ചു തുടങ്ങുന്ന എല്ലാ പദ്ധതികളും പ്രതീക്ഷയ്ക്കൊത്ത് ഫലപ്രാപ്തിയിൽ എത്തുകയില്ല. സന്താനങ്ങളിൽ നിന്നും പൂർണ്ണമായ അനുകൂല സമീപനം ഉണ്ടാകുമെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയിച്ച വിവാഹം അനുകൂല സ്ഥിതിയിൽ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്കും കാലം ഉത്തമമാണ്. പല നല്ല കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വ്യാപാര സംബന്ധമായും മറ്റും പണം മുടക്കാതിരിക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും. ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് പാൽപായസം, നാഗക്ഷേത്ര ദർശനം, 100 പാലും വഴിപാടുകൾ എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. ഇനി ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഫെബ്രുവരി 6 മുതൽ ദൈവാധീനം പൂർണ്ണമായിട്ടും ഇവർക്ക് ലഭിക്കും. ഗൃഹയോഗം, വാഹനയോഗം, നാൽക്കാലിയിൽ നിന്നുള്ള ലാഭം, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ സ്വാത്വിക ബന്ധം എന്നിവ ഈ സമയത്ത് ലഭിക്കാൻ സാധ്യതകൾ കാണുന്നു. വിദേശത്തുള്ളവർക്കും ഉന്നത അധികാരത്തിൽ ഉള്ളവർക്കും കാലം അനുകൂലമത്രേ. നാണ്യവിളകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. സഹപാഠികളിൽ നിന്നും ഗൃഹത്തിൽ നിന്നും അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നല്ല സമയമാണ്. അതിൽ നിന്നുള്ള നേട്ടങ്ങൾ അനുഭവവേദ്യമാകും. സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി മുരുകന് പഞ്ചാമൃത അഭിഷേകം, ശാസ്താവിന് നീരാജനം എന്നീ സ്വാത്വിക കർമ്മങ്ങൾ വഴി ഗുണ അനുഭവങ്ങൾ കൂട്ടാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ഭാഗ്യം ചെയ്ത തൃക്കേട്ട നക്ഷത്ര ജാതകർ. ഫെബ്രുവരി 6 മുതൽ ഇവരുടെ ജീവിതം മാറിമറിയുകയാണ്. വ്യാഴൻ്റെ അനുകൂലമായ സ്ഥാനം ഇവരെ ഉത്സാഹത്തോട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. സുഖത്തിന് ഇരട്ടി ഭാഗ്യം ഉണ്ട്. വാക്കും നാക്കും പിഴയ്ക്കാതെ ഈ സമയത്ത് ശ്രദ്ധിക്കണം. സൈന്യം, പോലീസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി അനുഭവിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനപരമായി അനുകൂല സമയം. പുതിയ പഠനത്തിന് യോഗവും ഉണ്ട്. ക്ഷേത്രഭരണം, ട്രസ്റ്റ്, സൊസൈറ്റി, സഹകരണ സംഘം എന്നിവകളുടെ താൽക്കാലിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ജോലിയിൽ നിന്നും വിരമിച്ചവർ പണം മുടക്കി പുതിയ സംരംഭങ്ങൾ നടത്തുന്നതിന് മുതിരരുത്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം.
അവർക്ക് വിദേശവാസത്തിനും സമയം അനുകൂലമാണ്. അതുപോലെ പുരാതന തറവാടുകളിൽ ജനിച്ചവർക്ക് ഭൂമി തിരികെ ലഭിക്കും. സർക്കാർ റെക്കോർഡുകളിൽ വസ്തു പതിപ്പിച്ചു കിട്ടുകയും ചെയ്യും. കാണാതായ വിലപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാനും യോഗം കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണു പ്രീതി വരുത്തുക. സർപ്പദേവതകൾക്ക് 100 പാലും സമർപ്പിച്ചും പ്രാർത്ഥിക്കുക.